ഹായ്, ഈ സമ്മർ സീസൺ നമ്മൾ എങ്ങനെയൊക്കെയാ ഹീറ്റ് ബീറ്റ് ചെയ്യാന്നുള്ളതും സമ്മർ സീസൺ എങ്ങനെയാ സേഫ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതും ഒരു 6 സ്റ്റെപ്സ് വെച്ച് നമുക്ക് നോക്കാം. അതിൽ സ്റ്റെപ്പ് നമ്പർ 1 ഹൈഡ്രേഷൻ ആണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. 2 to 3 liters ഓഫ് വാട്ടർ ഡെയിലി കുടിക്കാൻ ശ്രദ്ധിക്കുക. മോരുവെള്ളം, ലെമൺ വാട്ടർ, കോക്കനട്ട് വാട്ടർ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. ഷുഗറി ഡ്രിങ്ക്സ്, കൂടുതൽ മധുരമുള്ള ജ്യൂസസോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഫ്രഷ് ജ്യൂസ് പ്രിഫർ ചെയ്യുക. പാക്ഡ് ജ്യൂസസ് അവോയ്ഡ് ചെയ്യുക. പാക്ഡ് ജ്യൂസസിൽ 100% റിയൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഷുഗർ കണ്ടന്റ് കൂടുതലാവാനും ഫൈബർ ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പൊ ഹെൽത്തി ആയിട്ട് ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് ഫ്രഷ് അരിക്കാതെ ഫ്രഷ് ജ്യൂസസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. എക്സസ് കോഫി, ടീ ഒഴിവാക്കുക ഈ സമ്മറിൽ. രണ്ടാമത്തെ, ബോഡി കൂൾ ചെയ്യുന്ന ഫുഡ്സോ ഒക്കെ കഴിക്കാൻ ട്രൈ ചെയ്യുക. ഓറഞ്ച്, കുക്കുംബർ, വാട്ടർമെലോൺ, പപ്പായ ഇതൊക്കെ കൂടുതൽ നീർക്കായ്കളും വെജിറ്റബിൾസും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്പൈസി ആയിട്ടും ഫ്രൈഡ് ഐറ്റംസും ഹീറ്റ് ബോഡിയിൽ കൂട്ടുന്നതുകൊണ്ട് സമ്മർ സീസണിൽ ഇച്ചിരി കൂടി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ, സ്കിൻ പ്രൊട്ടക്ഷൻ. SPF 30 to 50 ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പുറത്ത് പോകുന്നത് നല്ല വെയിലത്ത് നല്ലതല്ല. അതേപോലെ ഉച്ച സമയം ഒരു 11 മണി തുടങ്ങി ഒരു 3 മണിക്കുള്ളിലുള്ള കൂടുതൽ വെയിലത്ത് അംബർലയോ അങ്ങനെ ബെയറായിട്ട് പോവാതെ അംബർല, കൂളിംഗ് ഗ്ലാസ് ഇതൊക്കെ ഉപയോഗിക്കുക. നന്നായിട്ട് ഓൾറെഡി പറഞ്ഞതുപോലെ പുറത്ത് പോകുമ്പോൾ ഒക്കെ ഒരു വെള്ളം കുപ്പിയും കയ്യിൽ കരുതുക. മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക്, അതായത് ഹീറ്റ് എക്സോഷൻ സ്റ്റേജ്, നമുക്ക് ഡിസീനെസ്, തലയിറക്കം, തലവേദന, വോമിറ്റിംഗ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഇത് ഹീറ്റ് എക്സോഷന്റെ ഒരു സിംറ്റം ആണ്. അതേപോലെ തന്നെ സ്വെറ്റിംഗ്, നന്നായിട്ട് വെട്ടി വേർക്കുക, അല്ലെങ്കിൽ ഇത്രയും ചൂടെടുത്തും ഒട്ടും വേർക്കാതെ തൊണ്ടയൊക്കെ ഡ്രൈ ആവുന്ന പോലെ ഉണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാം. ഇങ്ങനെയൊക്കെ ഈ സിംറ്റംസ് കണ്ടു കഴിയുമ്പോൾ ഷെയ്ഡിലിരിക്കുക, വെള്ളം കുടിച്ച് നോക്കുക. അപ്പോഴേ ബുദ്ധിമുട്ട് ഒട്ടും കുറയുന്നില്ലെങ്കിൽ അടുത്ത് തന്നെ വേഗം ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. ബിക്കോസ് ഹീറ്റ് സ്ട്രോക്ക് വന്നാലും ഒരു ചില ആൾക്കാർക്ക് അവരുടെ ഹെൽത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ പോയിന്റ്, വർക്ക്ഔട്ടോ വാക്കിങ്ങോ ഒക്കെ പോകുമ്പോൾ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചൂട് കൂടുതലുള്ള സമയത്ത് മിഡ് മോർണിംഗ് ചെയ്യാതെ ഒഴിവാക്കുക. അതേപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും വാക്കിംഗ് പോകുമ്പോഴും എപ്പോഴും വെള്ളം ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ആറാമത്തെ പോയിന്റ് പ്രധാനപ്പെട്ടതാണ്, ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാന്നുള്ളത്. അതില് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ക്ലീൻ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പുറത്ത് പോയിട്ട് വരുമ്പോൾ കൈയും കാലും നന്നായിട്ട് സോപ്പിട്ട് കഴുകുക.